എം.എൽ.എമാർ കോൺഗ്രസിലേക്ക് എന്നുള്ളതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 6ഓളം എം.എൽ.എമാർ തെലങ്കാനയിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴാ മറ്റൊരു എം.എൽ.എ കൂടി കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ്. ചെവല്ല എം.എൽ.എയും ബി.ആർ.എസിന്റെ മുതിർന്ന നേതാവുമായ കാലെ യാദയ്യാണ് കഴിഞ്ഞ ദിവസം ബി.ആർ.എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതോടെ 64 നിന്നും വെറും 6 മാസങ്ങൾ കൊണ്ടാണ് 71 കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും ഈ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് കാലെ യാദയ്യ. 2014 അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് മത്സരിച്ചത്. അന്ന് 781 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പിന്നീട് 2019 അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി.ആർ.എസ് ടിക്കറ്റിലാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം വിജയിച്ചത് 33,552 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. പിന്നീട് കഴിഞ്ഞ വർഷവും മൂന്നാമതും അദ്ദേഹം അതേ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസിലേക്കുള്ള ഈ കുത്തൊഴുക്കിൽ അദ്ദേഹവും ഒഴുകിപ്പോവുകയായിരുന്നു. അടുത്തിടെ ജഗ്ത്യാല എം.എൽ.എ സഞ്ജയ് കുമാർ, തെലങ്കാന മുൻ സ്പീക്കറും അതുപോലെ ബെൻസ്വാദ എം.എൽ.എ പൊച്ചാരം ശ്രീനിവാസ് റെഡ്ഡി തുടങ്ങിയ 6ഓളം നേതാക്കളാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാലെ യാദയ്യയും കോൺഗ്രസ് ചേർന്നതോടെ ബി.ആർ.എസ് ശരിക്കും ഇപ്പോൾ ആശങ്കയിലാണ്. ഇനിയും എത്ര പേർ പാർട്ടി വിടുമെന്നുള്ള പേടി ചന്ദ്രശേഖർ റാവുവിനുണ്ട്. ലോക്സഭയിലെ മോശം പ്രകടനം പല നേതാക്കളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കൾ ബി.ജെ.പിയെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് തെലങ്കാനയിലാണ്. എന്നാലും കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്ന എം.എൽ.എമാരെ തങ്ങളുടെ പാർട്ടിയിൽ നിന്നും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ആർ.എസ് കോടതിയെ സമീപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്.